السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه الفائزين برضا الله. സഹോദരങ്ങളെ, അൽഹിജ ക്ലാസ് റൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. തറാവീഹ് നിസ്കാരവുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ അത് 11 റക്അത്താണ്, 20 അല്ല എന്ന് ശാഫിഈ മദ്ഹബിലെ കൻസുർ റാഗിബീൻ എന്ന് പറയുന്ന ശറഹുൽ മഹാലി ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞിരുന്നു. ആ വീഡിയോ കണ്ട മുസ്ലിയാക്കന്മാർ പൂര തെറികളാണ് കമന്റ് ബോക്സിൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഒരാൾക്കും അതിനെതിരെ ആ കിതാബ് എടുത്തു വെച്ചുകൊണ്ട് ഗണ്ഡിക്കാനോ അവരുടെ 20 റക്അത്ത് സമർത്ഥിക്കാനോ സാധിച്ചിട്ടില്ല. ആക്ഷേപമായിട്ടാണ് അവർ മുന്നോട്ട് വന്നത്. അത് പിന്നെ അങ്ങനെയാണല്ലോ, മറുപടി പറയാൻ കഴിയാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആക്ഷേപിക്കുക, തെറി വിളിക്കുക എന്നതാണ് രീതിയാണ്. പക്ഷേ അവർക്കൊക്കെ നാം പുറത്തു കൊടുക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. യാഥാർത്ഥ്യങ്ങൾ പറയുന്ന സമയത്ത് അത് ഉൾക്കൊള്ളാൻ തയ്യാറാവാത്ത ആളുകൾ ഈ രീതി തന്നെ സ്വീകരിച്ചത് ലോകത്തിന്റെ ചരിത്രമൊക്കെ അങ്ങനെയാണ്. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തറാവീഹ് എത്ര നിസ്കരിച്ചത് എന്ന് യാതൊരു തെളിവില്ലാന്ന വേറെ ഒരു മുസ്ലിം പറയാം. ആ മുസ്ലിയുടെ വീഡിയോ ഒന്ന് കേട്ടതിന് ശേഷം നമുക്ക് പറയാം. അദ്ദേഹം പറയട്ടെ. തറാവീഹ് നിസ്കരിക്കുന്നത് 8 വേണ്ടത് അല്ല 20 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര നിസ്കരിച്ചു എന്നുള്ളത് സഹീഹായ രീതിയിൽ റിവായത്ത് ചെയ്യപ്പെട്ടിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര റക്അത്താണ് നിസ്കരിച്ചത് സഹീഹായ രീതിയിൽ റിവായത്ത് ചെയ്യപ്പെട്ടിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരസ്യമായി 3 ദിവസത്തെ തറാവീഹ് നിസ്കരിച്ചിട്ടുള്ളൂ. ആള് കൂടി വന്നു അല്ലേ? അപ്പോ 3-ാം ദിവസം മുത്തറസൂൽ പുറത്തിറങ്ങി വന്നില്ല. ഉമറുൽ ഫാറൂഖ് തങ്ങളൊക്കെ അങ്ങനെ ഇരിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. കോളിംഗ് ബെല്ല് അടിക്കുകയാണ്, ഞങ്ങളിവിടെ ഉണ്ടട്ടോ ഇവിടെ ഉണ്ടട്ടോ. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നില്ല. പിറ്റേ ദിവസം മുത്തറസൂൽ പറയുന്നുണ്ട്, എനിക്കറിയായിരുന്നു നിങ്ങൾ ഇവിടെ ഉണ്ട് എന്നൊക്കെ, പക്ഷെ ഞാൻ വരാതിരുന്നത് നിങ്ങളുടെ ഈ ആവേശം കണ്ടിട്ട് ഇതെങ്ങാനും ഫർളായി പോകുമോന്ന് ഭയന്നിട്ടാണ്. പിന്നെ ഒറ്റയും തെറ്റയായിട്ടാണ് ജമാഅത്ത് നടന്നത്. ഒരു സംയുക്ത ജമാഅത്ത് നടന്നിട്ടില്ല. മുത്തറസൂൽ മരിക്കോളവും മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഭരണം 2.5 വർഷം നിന്നു. ആ സമയത്തൊന്നും ഒരു സംയുക്ത ജമാഅത്ത് പള്ളിയിൽ വെച്ച ഒരൊറ്റ ജമാഅത്ത് നടന്നിട്ടില്ല. ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഭരണത്തിലേറി. അവിടുന്ന് ഇങ്ങനെ പള്ളിയിലേക്ക് വന്നപ്പോൾ ഒരാൾ ഒരു ചുമരിന്റെ അവിടെ, വേറൊരാൾ ഒരു തൂണിന്റെ അവിടെ, പിന്നെ 2 ആളും ഒരു ഇമാമും, ഇങ്ങനെ പള്ളിയിൽ പല രീതിയിൽ ഇങ്ങനെ നിസ്കാരം നടക്കുന്നത് കണ്ടു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞാണ്, അല്ലാ ജുമഅത്ത് അലാ ഇമാമിൻ വാഹിദ്, ഇതൊരു ഇമാമിന്റെ കീഴിൽ ഒരുമിച്ച് കൂട്ടി എത്ര നന്നായിരിക്കും. അങ്ങനെയാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു തറാവീഹിന്റെ ജമാഅത്ത് പുനഃസ്ഥാപിക്കുന്നത്. ജമാഅത്ത് ഉമർ റളിയല്ലാഹു അൻഹു നടപ്പിലാക്കല്ല, പിന്നെ പുനഃസ്ഥാപിക്കുകയാണ്. മീൻസ് റസൂലുള്ളാഹി തങ്ങൾ 3 ദിവസം നിസ്കരിച്ചിട്ടുണ്ട്, അത് പിന്നെ ഇല്ലാതായി പോയിട്ടുണ്ട്. അത് പിന്നെയും റീസെറ്റ് ചെയ്യുന്നത് ഉമർ റളിയല്ലാഹു അൻഹു ആണ്. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ എല്ലാ സഹാബിമാരും ഒരുമിച്ച് കൂടിയ ജമാഅത്തിൽ 20 റക്അത്തായിരുന്നു നിസ്കരിച്ചത് എന്നുള്ളതിൽ ഒരു തർക്കമില്ല. ഇമാം മാലിക് തങ്ങളുടെ മുവത്തയിലുണ്ട്, മറ്റു ഹദീസിന്റെ കിതാബിലുണ്ട്. 2 കാര്യങ്ങളാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തറാവീഹ് എത്ര റക്അത്താണ് നിസ്കരിച്ചതെന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല. ആ പറയുന്നത് നുണയാ. അല്ലാഹുവിന്റെ റസൂല് 3 ദിവസം ജമാഅത്തായി നമസ്കരിച്ചത് 8 റക്അത്തും വിത്റുമാണെന്ന് ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം മഹല്ലി എന്ന് പറഞ്ഞിട്ടുണ്ട്. സല്ലല്ലാ ബിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫി റമദാന 8 റക്അത്തിൻ സുമ്മ ഔതറ. ഇത് മഹല്ലി ഇബാറത്താണ്, ഞാൻ നേരത്തെ വായിച്ചതാ. ആ ഇബാറത്ത് കണ്ടിക്കാതെ, അല്ലെങ്കിൽ ആ ഇബാറത്ത് കണ്ടിട്ടില്ല എന്ന് നടിച്ചുകൊണ്ട് മുസ്ലിം പറയുന്നത്, നബി എത്ര റക്അത്താണ് നിസ്കരിച്ചത് സ്ഥിരപ്പെട്ടിട്ടില്ല. ഇബ്നു ഹജറുൽ ഹൈതമി തന്റെ 10-ാം കുബറയിലും പറഞ്ഞിട്ടുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 20 റക്അത്ത് നമസ്കരിച്ചു എന്ന ഹദീസുകളൊക്കെ ദഈഫാണ്. മാത്രമല്ല, നബി 20 റക്അത്ത് നമസ്കരിച്ചു എന്നതിനെ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കപ്പെടുന്ന ഹദീസ് 11-നേക്കാൾ വർദ്ധിപ്പിച്ചിട്ടില്ല എന്ന ഹദീസ് തള്ളിക്കളയുന്നു എന്ന് പറഞ്ഞിട്ട് ഇബ്നു ഹജർ തന്റെ ഫതാവൽ കുബറയിൽ പറയുന്നത്, ഇബ്നു ഹിബ്ബാനും
ഇബ്നു ഖുസൈമയുടെ സഹീഹിൽ ഉദ്ധരിച്ച ഹദീസാണ്. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ 8 റക്അത്തും വിത്റും നിസ്കരിച്ചുവെന്ന്. ഈ 3 ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിറകിൽ ജമാഅത്തിൽ പങ്കെടുത്ത ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി 8 റക്അത്തും വിത്റുമാണ് നിസ്കരിച്ചത് എന്ന്. പിന്നെ എങ്ങനെ മുസ്ലിയാർ നബി എത്ര റക്അത്താണ് നമസ്കരിച്ചതെന്ന് സഹിയായി സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് പറയാം? അത് സഹിയ. നബി 20 റക്അത്ത് നമസ്കരിച്ചു എന്നതാണ് ദഈഫ് എന്ന് ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹിം ഇബ്നു ഹജർ ഹൈതമിയും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ 8 റക്അത്താണ് നമസ്കരിച്ചത്. പിന്നെ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു 20 റക്അത്ത് നമസ്കരിച്ചു എന്നതാണ്. ഉമർ റളിയല്ലാഹു അൻഹു 20 റക്അത്ത് നമസ്കരിച്ചിട്ടില്ല. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനെയും തമീം ഉദ്ദാരി റളിയല്ലാഹു അൻഹുവിനെ ഇമാമാക്കിക്കൊണ്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ ഭരണകാലത്ത് ഒറ്റ ജമാഅത്തായി സംഘടിപ്പിച്ചത് അത് 11 റക്അത്തായിരുന്നു എന്ന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി മുഹത്തയിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ 20 റക്അത്താണ് എന്ന് റിപ്പോർട്ട് കാണുന്നുണ്ട്. ആ കാണുന്നത് ശരിയല്ല എന്ന് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ ഫതാവൽ ഹാവിയിൽ പറഞ്ഞിട്ടുണ്ട്. സുയൂത്തി ഇമാമിന്റെ അൽ ഹാവിയിൽ ഫതാവ എന്ന കിതാബ് നോക്കിയാൽ കാണാം. അദ്ദേഹം പറയുന്നു, വറായിതു ഫി കിതാബ് സഈദ് ഇബ്നു മൻസൂർ, സഈദ് ഇബ്നു മൻസൂറിന്റെ കിതാബ് ഞാൻ കണ്ടു. ആഖാറു ബിസ്വലാത്തി 20 റക്അത്തും വസിത്തം വസലാസീന, 36 റക്അത്തിന്റെയും 20 റക്അത്തിന്റെയും ചില ആഖറുകൾ സഈദ് ഇബ്നു മൻസൂറിന്റെ കിതാബ് ഞാൻ കണ്ടു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ലകിന്നഹ ബഅദ സമാനി ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലശേഷമാണ് അതൊക്കെ നടപ്പിലാകുന്ന. ഇമാം സുയൂത്തി പറയുന്നത് 20 റക്അത്ത് നമസ്കരിച്ചത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലശേഷമാണ്. ഉമർ റളിയല്ലാഹു അൻഹു നടപ്പിലാക്കിയതും 11 റക്അത്താണ് എന്ന് മുഹത്തറുണ്ടല്ലോ. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞല്ലോ, 11-നേക്കാളും വർദ്ധിപ്പിച്ചിട്ടില്ല റമദാൻ അല്ലാത്ത കാലത്തും. നബി 20 റക്അത്ത് നമസ്കരിച്ചു എന്നതിന് തള്ളിക്കളയുന്നു ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസ് എന്ന് ഇബ്നു ഹജർ ഹൈതമിയും തന്റെ ഫത്താവയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അല്ലാഹുവിന്റെ റസൂല് ഈ 3 ദിവസം എത്ര റക്അത്താണ് നമസ്കരിച്ചത് എന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് മുസ്ലിയാർ പറയുന്നത് നുണയാ. സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ആ നമസ്കാരത്തിൽ പങ്കെടുത്ത ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, സല്ലല്ലാ ബിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി റമദാന 8 റക്അത്തിൻ ثم ഔതറ. ഇമാം മഹല്ലി തന്റെ മഹല്ലിയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ അല്ലെങ്കിൽ പ്രവാചകന്റെ സുന്നത്ത് മിനിമം ഏറ്റവും ചുരുങ്ങിയത് ഷാഫി മദ്ഹബിലെ കിതാബെങ്കിലും നിങ്ങൾ വായിക്കണം. അല്ലാഹുവിന്റെ റസൂൽ 11 റക്അത്തിനേക്കാൾ ഏറെ റമദാൻ അല്ലാത്ത കാലത്തും വർദ്ധിപ്പിച്ചിട്ടില്ല എന്നതാണ് സഹിഹായിട്ടുള്ള ഹദീസുകൾ. അതുകൊണ്ട് പ്രവാചകന്റെ സുന്നത്ത് മനസ്സിലാക്കുക. സുന്നത്ത് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ, പ്രവർത്തിക്കാൻ പരിശ്രമിക്കുക. അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.